ഹലോ ഗൈസ്, ഞാനിന്നിങ്ങനെ ഒരു ഓൺ വോയിസ് ചെയ്യാൻ കാരണം എനിക്ക് സംഭവിച്ച ഒരു ചെറിയ ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയാണ്. ഒരു പക്ഷേ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും രീതിക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അത്യാവശ്യം ചെറിയ രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ. 2.1 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു സുപ്രഭാതത്തിൽ ചാനൽ അങ്ങ് ടെർമിനേറ്റ് ആയിപ്പോയി. ഒരു വാർണിംഗ് മെസ്സേജോ നോട്ടിഫിക്കേഷനോ ഒന്നും യൂട്യൂബ് തന്നില്ല. ഭയങ്കര സുഖമുള്ള ഏർപ്പാടാണല്ലോ. നമ്മൾ ഒരു വർഷം കൊണ്ട് കെട്ടിപ്പിടിക്കുക സാധനം ഒറ്റ സുപ്രഭാതത്തിൽ കട്ട് ചെയ്ത് ദൂരെ കളയാന്നുള്ളത്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ഒരു കുറിപ്പടി അങ്ങ് അയച്ചു മെയിലായിട്ട്. ഇതിൻ്റെ ടെർമിനേറ്റ് ആയി പോകാനുള്ള കാര്യകാരണ സഹിതം വ്യക്തമാക്കി യൂട്യൂബ് ഒരു മെയിൽ അങ്ങ് അയച്ചു. അതിൻ്റെ അകത്തെ കുറേ കാര്യം ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ബ്രീഫായിട്ട് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരുടെയും ചാനലിനകത്തൊരു മിനിമം 4-5 ബിഗ് ബോസ് വീഡിയോസ് ഉണ്ട്. എല്ലാവരുടെയും ചാനലിനകത്തുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. 50K 100K 1 മില്യൺ വരെ കയറിപ്പോയ വീഡിയോസൊക്കെ ഉണ്ട്. എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇതെന്നൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കുക എൻ്റെ അവനെ ഇത്രയും 1K 2K ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ വീഡിയോസിനും. അപ്പം കണ്ണും കൂടി ബിഗ് ബോസ് ഇട്ടപ്പോഴത്തേക്കും അങ്ങ് ചാനൽ കയറുന്നു, മോണിറ്റൈസ് ആകാൻ സാധ്യതയുണ്ട്, പൈസ കിട്ടും. എല്ലാവരും ഒത്തിരി ഞാൻ ആഗ്രഹിച്ചു, ഞാനും ആഗ്രഹിച്ചു. വേറൊരു കാര്യം, എന്നാൽ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബ് ബിഗ് ബോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ നമ്മളെല്ലാം വിചാരിക്കും ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആവും, ചാനൽ പെട്ടെന്ന് റീച്ച് ആവും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്താ വെച്ചാൽ ചാനൽ ടെർമിനേറ്റാണ്. അതിന് പ്രത്യേകിച്ച് ചോദ്യം പറഞ്ഞതൊന്നുമില്ല. ഒരു അടിവേര് മാന്തി ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ ചാനൽ ടെർമിനേറ്റ് ആയി കളയും. ഇത് പോയി കഴിയുമ്പോൾ ഉള്ള നമ്മുടെ വിഷമം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് നമ്മൾ കൊണ്ടുവന്ന ചാനൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 22K ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ, ഒരു ചേച്ചിയിലങ്ങാണ്ട ഒരു ചോദ്യം പറഞ്ഞൊന്നുമില്ല, ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി. അതിൻ്റെ വീണ്ടും അപ്പീൽ കൊടുക്കാൻ വർഷം പോലും ഇല്ല. ആ രീതിയിൽ ടെർമിനേറ്റ് ആയിപ്പോയി. കാരണം ബിഗ് ബോസ് തന്നെയാണ്. ഈ ബിഗ് ബോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തെ ഒരു വീഡിയോ കണ്ടൻറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ബാക്കിൽ ഒരു ഓഡിയോ ആയിക്കോട്ടെ, ഇതെല്ലാം കീറി മുറിച്ച് പരിശോധിക്കാൻ തക്കവണ്ണം ആൾക്കാർ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഓഡിയോ എവിടുന്നേലും കട്ട് ചെയ്തെടുത്താൽ, അതിൻ്റെ വീഡിയോ എടുത്താൽ പോലും അത് വാച്ച് ചെയ്യാനോ, അത് ബിഗ് ബോസിൻ്റെ ടീം അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് അവർ ഏതെങ്കിലും രീതിയിൽ അവരൊരു കേസ് റിപ്പോർട്ട് ചെയ്യുമ്പം അതിന് അഗൻസ്റ്റായിട്ട് ഉള്ള ചാനൽ ഏതാണോ ആ ചാനൽ ഉറപ്പായിട്ടും ടെർമിനേറ്റ് ആയി പോകും. ചോദ്യം പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പൊതുവേ നമ്മളൊരു വീഡിയോ ഇടുമ്പം നമ്മളൊരു BGM എവിടുന്നേലും കോപ്പി ചെയ്തെടുത്താൽ അതിന് ഒരു കോപ്പിറൈറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ലിമിറ്റഡ് മെസ്സേജ് എങ്കിലും വരും. പക്ഷേ ബിഗ് ബോസിൻ്റെ പല വീഡിയോസിനും അങ്ങനെ ഒരു കോപ്പിറൈറ്റ് മെസ്സേജോ ലിമിറ്റഡോ ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഒന്ന് രക്ഷപ്പെട്ടു, കോപ്പിറൈറ്റും വന്നിട്ട് ലിമിറ്റഡും വന്നിട്ട് ആ വീഡിയോ അത്യാവശ്യം റീച്ച് ആവുകയും ചെയ്യും. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഞാൻ ഈ ആഴ്ച സ്ക്രീൻഷോട്ട് നോക്കിയാൽ മതി. അവർ ഏതൊക്കെ രീതിയിലാണ് അവർ ചെക്ക് ചെയ്യുന്നതെന്നും സെർച്ച് ചെയ്യുന്നതൊക്കെ, അവർ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഏത് രീതിയിലാണ്, ഏതറ്റം വരെ അവർ പോകുമെന്ന് നമുക്കിത് കാണുന്നുണ്ട്. അപ്പം ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഏതെങ്കിലും ന്യൂകമേഴ്സ് യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ബിഗ് ബോസ് വീഡിയോസ് ഒഴിവാക്കുക. എല്ലാവരും താൽക്കാലികമായിട്ട് മോണിറ്റൈസേഷന് വേണ്ടിയോ അല്ലെങ്കിൽ ചാനൽ റീച്ച് ആവാൻ വേണ്ടിയോ യൂട്യൂബ് കണ്ടു ഇടും. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ അതിഭീകരമായിരിക്കും. ചാനൽ ടെർമിനേഷൻ ആയിരിക്കും. അത് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചാനൽ കട്ടായി പോകുന്നത്. ബിഗ് ബോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഇതിന് പിന്നെ ഒരുപാട് ആൾക്കാർ വർക്കിംഗ് പ്രയത്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എല്ലാവരും മാക്സിമം ഓൺ വോയിസ് കണ്ടന്റ് ഇടുക. ഓക്കെ, പിന്നെ ഏതെങ്കിലും വീഡിയോ ഒക്കെ കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റ് ചെയ്യാൻ ഉറപ്പുവരുത്തുക. ഒരു പക്ഷേ നമ്മളൊന്ന് വീഡിയോ റീച്ച് ആയില്ല, 1K അല്ലെങ്കിൽ 1.5K ഒക്കെ നിന്ന് പോകും. പക്ഷേ ചാനൽ പതുക്കെ കയറും. ഓരോന്നിനും ഓരോ സമയമുണ്ട്. നമ്മൾ ധൃതി വെച്ച് തള്ളിക്കാൻ ചെല്ലല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാറ്റ്ഫോം അല്ല യൂട്യൂബും ബിഗ് ബോസും. താങ്ക് യു. ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കേൾക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരപ്പെടും, ഷുവർ.